എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസമാണ്. രാമായണ പാരായണം എല്ലാ വീടുകളിലും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു കൊച്ചു കഥയുമായിട്ട് വന്നിരിക്കുന്നത്. സമയമുണ്ടെങ്കിൽ കേൾക്കും എന്ന് കരുതുന്നു. പതിവ് പോലെ ശ്രീ ഗോപിനാഥ് പനങ്ങാടിൻ്റെ ഹാസ്യം ഗോപിനാഥം എന്ന പുസ്തകത്തിലെ കൊച്ചു കൊച്ചു നർമ്മകഥകളുടെ ശരിക്കൊരു ചങ്ങലയാണ്. അടുത്ത കഥ സാഹിത്യ സമാജം. വായിക്കുന്നു, കേൾക്കുമല്ലോ അല്ലേ? ഞാൻ പഠിക്കുന്ന കാലത്ത് ഇന്നത്തെ സൗത്ത് കൊച്ചിയിലുള്ള പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ വെറും മിഡിൽ സ്കൂളായിരുന്നു. 7ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചതിന് ശേഷം അടുത്ത ദ്വീപായ കുമ്പളത്തെ സ്കൂളിലായിരുന്നു 10ാം ക്ലാസ് വരെയുള്ള പഠനം. എൻ്റെ ജാതകം എഴുതിയ ഗോപാലൻ ജ്യോത്സ്യൻ ഞാൻ ജലാതിർത്തി കടന്നുപോയി വിദ്യാഭ്യാസം നേടുമെന്ന് എഴുതിയിരുന്നു. വലുതാകുമ്പോൾ കടൽ കടന്നു പോകും എന്നാണ് ജ്യോത്സ്യൻ പ്രവചിച്ചത് എന്ന് അമ്മയും, അതല്ല കടത്തുവഞ്ചി കയറി കുമ്പളത്ത് പോകുമെന്നാണ് ജാതകത്തിലുള്ളതെന്ന് കുഞ്ഞമ്മാവനും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക വാസനകളെ പരിപോഷിപ്പിക്കാൻ പനങ്ങാട് സ്കൂളിൽ നമ്പ്യാർ മാഷ് ഉണ്ടായിരുന്നു. സംസ്കൃതമാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. കുട്ടികളെ അടുത്തുള്ള വായനശാലയിൽ കൊണ്ടുപോയി നല്ല പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക, നാടകം അഭിനയിക്കാൻ പരിശീലിപ്പിക്കുക, കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികളെ മേക്കപ്പ് ചെയ്യുക തുടങ്ങിയ വിവിധ പരിപാടികളായിരുന്നു നമ്പ്യാർ മാഷിന്റെ ഇഷ്ടവിഷയങ്ങൾ. അതിനിടെ എല്ലാ ആഴ്ചയിലെയും അവസാന ദിവസം അവസാനത്തെ മണിക്കൂറിൽ സാഹിത്യ സമാജം എന്നൊരു പരിപാടി സ്കൂളിൽ നടപ്പിലാക്കാനും അദ്ദേഹം മുൻകൈ എടുത്തിരുന്നു. അതിലെ പ്രധാന ഇനമായിരുന്നു പ്രസംഗം. യോഗം തുടങ്ങുന്നതിന് മുമ്പ് നമ്പ്യാർ മാഷ് ഒരു വിഷയം തരും. ഇഷ്ടമുള്ളവർക്ക് ആ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാം. ആദ്യമൊക്കെ ദയ, ദേശസ്നേഹം, ഗുരുഭക്തി, വായനാശീലം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയ ലളിതമായ ഇന്റർനാഷണൽ വിഷയങ്ങളാണ് ഓരോ ആഴ്ചയിലും തന്നിരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പ്രസംഗവേദിയിൽ കയറിയ ഒരാളാണ് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന അബ്ദു റഹിമാൻ. ബാല്യകാലം മുഴുവൻ ബാപ്പയെ കടയിൽ സഹായിക്കാൻ നിന്നതിന്റെ പേരിൽ പ്രായം തെറ്റി സ്കൂളിൽ ചേർന്ന അബ്ദുർ റഹിമാൻ കാഴ്ചയിൽ ഒരു വലിയ മനുഷ്യനായിരുന്നു. കണക്കിൽ കേമൻ. എല്ലാവർക്കുമായി ചെയ്യാൻ അധ്യാപകൻ സങ്കീർണമായ ഒരു കണക്ക് കൊടുത്താൽ നിമിഷങ്ങൾക്കുള്ളിൽ മാഷിന്റെ ചെവിക്കടുത്ത് നിന്ന് അബ്ദുർ റഹിമാൻ പതുക്കെ പറയും, മാഷേ, ഇതിന്റെ ഉത്തരം 1624 ഞാൻ ചെയ്യണോ? കക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദയ എന്ന വിഷയമാണ് പ്രസംഗിക്കാൻ കിട്ടിയതെങ്കിൽ പ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദയ എന്ന 2 അക്ഷരം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടതായ ഒരു ഗുണമാണ്. ഗുരുഭക്തി എന്ന 4 അക്ഷരം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടതായ ഒരു ഗുണമാണ്. വായനാശീലം എന്ന 5 അക്ഷരം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടതായ ഒരു ഗുണമാണ്. അക്ഷരങ്ങളുടെ മുമ്പിൽ അക്കങ്ങൾ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ശൈലി. പക്ഷെ ഒരു പ്രാവശ്യം അബ്ദുർ റഹിമാന് കിട്ടിയ വിഷയം ഇതായിരുന്നു: ഭാരതശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രാജ്യം നേടിയ പുരോഗതി. നീളത്തിലുള്ള ആ വാചകത്തിൽ തപ്പിത്തടഞ്ഞിട്ടും വാക്കുകളുടെ എണ്ണം അബ്ദുർ റഹിമാന് കൃത്യമായി കിട്ടിയില്ല. ആകെ വിയർത്ത അബ്ദുർ റഹിമാൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഞങ്ങൾ ചെല്ലുമ്പോൾ അബ്ദുർ റഹിമാനെ വരാന്തയിലെ കസേരയിൽ ഇരുത്തി അധ്യാപികമാർ വെള്ളം കൊടുക്കുകയും വീശുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അബ്ദുർ റഹിമാൻ എപ്പിസോഡിന് ശേഷം നമ്പ്യാർ മാഷ് പ്രസംഗ കാര്യത്തിൽ ഒരു ഭേദഗതി വരുത്തി. അടുത്ത ആഴ്ചയിലെ പ്രസംഗ വിഷയം ഈ ആഴ്ചയിൽ പ്രഖ്യാപിക്കും. അതോടെ കുട്ടികൾക്ക് വിഷയം പഠിക്കാൻ സമയം കിട്ടി. അബ്ദുർ റഹിമാന് നേരത്തെ തന്നെ ശീർഷകത്തിലെ വാക്കുകളുടെ എണ്ണം കൃത്യമായി എണ്ണിവയ്ക്കാനും സാധിച്ചു. ഞാനും വർഗീസും മോഹനകൃഷ്ണനുമായിരുന്നു സ്കൂളിലെ അഭിനയ പ്രതിഭകൾ. ഏകാംഗ നാടകമായിരുന്നു ഞങ്ങളുടെ ഇഷ്ടവിഷയം. നാടകത്തിന്റെ അവസാനം നായകനും വില്ലനും കൂടി ഒരു സംഘട്ടന രംഗം ഉണ്ട്. ഉത്സവപ്പറമ്പിൽ നിന്ന് 5 രൂപയ്ക്ക് വാങ്ങിയ കളിത്തോക്ക് നായകൻ തട്ടിപ്പറിക്കും. ആ തോക്കെടുക്കാൻ 2 പേരും നിലത്ത് കിടന്ന് നീന്തി മത്സരിക്കും. കുറെ നേരം കഴിഞ്ഞിട്ട് മത്സരം തീരാതെ വന്നപ്പോൾ കൈമൾ മാഷ് എന്ന മറ്റൊരു ഗുരുനാഥൻ വേദിയിലേക്ക് കയറി ആ തോക്കെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് സദസ്സിനെ നോക്കി അദ്ദേഹത്തിന്റെ ഡയലോഗ് ഇങ്ങനെ: ഇവന്മാര് മനുഷ്യരെ ബോറടിപ്പിക്കാൻ ഓരോ സംഭവമായി വരും.
അരമണിക്കൂറായി രണ്ടും കൂടി നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങിയിട്ട്. മനുഷ്യരുടെ ക്ഷമയ്ക്ക് ഒരതിരില്ലേ. അങ്ങനെ തോക്കിന് വേണ്ടി രണ്ടുപേരും കൂടെ കിടന്ന് ഉരുണ്ട് ഉരുണ്ട് മാഷ്ട ക്ഷമ കിട്ടും. മാഷ് അവസാനം വേദിയിലേക്ക് കയറി ആ തോക്കെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അങ്ങനെ ഒരു എന്തൊക്കെ ഓർമ്മകളാണ് അല്ലെ, നല്ല രസമുള്ള ഓർമ്മകളാണ്. അത് മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. ഇനി അടുത്ത കഥയാണ് പെട്രോമാക്സ്. ഇനി അതെന്താന്ന് നോക്കാട്ടോ. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഗ്രാമീണ കന്യകയിൽ കവി കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് ഇങ്ങനെ എഴുതിയത് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിന്റെ മുൻപിൽ നാട്യപ്രധാനം നഗരം ദരിദ്രം എന്നുകൂടി ഉണ്ടായിരുന്നു. ആ ഭാഗം നമുക്ക് വിട്ടുകളയാം. അക്കാലത്ത് ഇന്നത്തെ പോലെ കാക്കത്തൊള്ളായിരം വാട്സാപ്പ് കവികൾ ഇല്ലാതിരുന്നതിനാൽ പ്രമുഖ കവികളുടെ എല്ലാം പേരുകൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയാണ് കുറ്റിപ്പുറത്തിന്റെ പേര് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ദക്ഷിണ കൊച്ചിയായി രൂപമാറ്റം സംഭവിച്ച പനങ്ങാട് ഗ്രാമത്തിലെ എൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ഗംഭീരൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആരംഭഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിജ്ഞാനോദയം മിഡിൽ സ്കൂളിൽ 7ാം ക്ലാസ് വരെയേ ഉണ്ടായിരുന്നുള്ളൂ. കടത്ത് വഞ്ചിയേറി അയൽ ഗ്രാമമായ കുമ്പളത്തെ ഹൈസ്കൂളിലായിരുന്നു അതുക്കുമപ്പുറത്തെ 10ാം ക്ലാസ് വരെയുള്ള അഭ്യാസം. പനങ്ങാട്ടേക്ക് തിരിച്ചു വരാം. നാലുപുറവും കായലുകളാൽ ചുറ്റപ്പെട്ട, പാലമോ റോഡോ വൈദ്യുതിയോ ടെലിഫോൺ പോസ്റ്റുകളോ ഇല്ലാത്ത നാടായിരുന്നു അന്നത്തെ എൻ്റെ ഗ്രാമം. സ്കൂളിലെ ഏറ്റവും വലിയ സംഭവം വാർഷികാഘോഷം ആയിരുന്നു. ആഴ്ചകൾക്ക് മുമ്പേ ഒരുക്കങ്ങൾ തുടങ്ങും. വെള്ള ചൈന പേപ്പർ വെട്ടി ചാക്കുനൂലിൽ അമേരിക്കൻ മാവ് കലക്കി പശയുണ്ടാക്കി ഒട്ടിച്ച് കുട്ടികൾ തന്നെ തോരണമുണ്ടാക്കും. യോ, ഇതൊക്കെ ശരിക്കും ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ മൈദമാവ് കലക്കി ഒട്ടിക്കലൊക്കെ. ലഘു നാടകങ്ങൾ, നൃത്തം തുടങ്ങിയവയുടെ റിഹേഴ്സൽ പല ദിവസങ്ങളിലായി നടക്കുന്നുണ്ടാവും. സ്കൂൾ വാർഷികം നാട്ടിലെ മഹാസംഭവമായി അരങ്ങേറും. സ്കൂളിന്റെ മുൻപിലുള്ള കാമോത്ത് മൈതാനം കാണികൾ വന്ന് നിറയും. വെള്ളം വറ്റിക്കാൻ കുളം തേകുന്നവർ ഉപയോഗിക്കുന്ന നീളമുള്ള പലകകൾ അടയ്ക്കാമരക്കാലുകളിൽ നിരത്തിയാണ് സ്റ്റേജ് ശരിയാക്കുന്നത്. അന്ന് നാട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഉച്ചഭാഷിണി പ്രവർത്തിച്ചിരുന്നത് ബാറ്ററി ഉപയോഗിച്ചായിരുന്നു. ഒരു വിശ്വംഭരൻ ചേട്ടൻ സംരംഭമായ ശോഭ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എന്ന സ്ഥാപനമായിരുന്നു സമ്മേളന പന്തലിൽ ശബ്ദവും വെളിച്ചവും തന്നിരുന്നത്. യോഗം തുടങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുൻപ് തന്നെ വിശ്വംഭരൻ ചേട്ടൻ എത്തി റെക്കോർഡ് പ്ലെയർ എന്ന പാട്ടുപെട്ടിയിൽ വട്ടത്തിലുള്ള ഡിസ്ക് കറക്കി ആത്മവിദ്യാലയമേ പോലുള്ള പാട്ടുകൾ കേൾപ്പിക്കും. എന്ത് രസമുള്ള ഒരു ഗാനമാണ് അല്ലേ. അയ്യോ, എനിക്ക് അതൊക്കെ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരികട്ടെ. അതിങ്ങനെ വായിച്ചു വരുമ്പോൾ നർമ്മകഥകളാണെങ്കിലും അതിൽ ഒരുപാട് പഴയ കാര്യങ്ങൾ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഇദ്ദേഹത്തിന്റെ രചനയുടെ പ്രത്യേകത അതാണ്, നമ്മളെയും കൂടെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. തുടർന്ന് വായിക്കുന്നു. ഇനി പെട്രോമാക്സിലേക്ക് വരാം. ഗ്രൗണ്ടിൽ ഇരുട്ടാകുമ്പോൾ പല ഭാഗങ്ങളിലും പെട്രോമാക്സ് വിളക്കുകൾ തെളിയും. സ്റ്റേജിന്റെ മുൻപിലും 3-4 പെട്രോമാക്സ് വിളക്കുകൾ പ്രകാശം ചൊരിഞ്ഞു നിൽക്കും. ഞങ്ങൾ 3-4 പേര് അഭിനയിച്ച ലഘു നാടകത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഞങ്ങൾ സാഹിത്യ സമാജത്തിൽ മുമ്പ് അവതരിപ്പിച്ച സംഭവമാണ്. ഞാൻ, വർഗീസ്, മോഹനകൃഷ്ണൻ, ഗിരിജൻ തുടങ്ങിയവരായിരുന്നു നടന്മാർ. നാടകം പകുതിയായപ്പോൾ വർഗീസ് ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിയ 5 രൂപ വിലയുള്ള കളിത്തോക്ക് കൊണ്ട് മോഹനനെ വെടിവെച്ച് കൊന്ന് താഴെയിടും. ആ സമയത്ത് മറ്റു താരങ്ങൾ കുറെ നേരം കരച്ചിലും പിഴിച്ചിലുമായി നിൽക്കും. അതിനിടെ സ്റ്റേജിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന ഒരു പെട്രോമാക്സ് വിളക്ക് പെട്ടെന്ന് മങ്ങിക്കെടാൻ തുടങ്ങി. ലൈറ്റിന്റെ ടാങ്കിൽ പമ്പ് ചെയ്യുമ്പോൾ മണ്ണെണ്ണ വാതകമായി മുകളിലെ മാൻഡിലിൽ എത്തി കത്തി പ്രകാശം പരത്തുക എന്നതാണ് തത്വം. മോഹനകൃഷ്ണനാണ് വാർഷികത്തിന് പെട്രോമാക്സ് വിളക്കുകൾ സംഘടിപ്പിച്ചത്. സ്റ്റേജിൽ മരിച്ചു കിടന്ന മോഹനകൃഷ്ണൻ പിന്നെ ഒട്ടും താമസിച്ചില്ല. പതുക്കെ ഇഴഞ്ഞ് മുമ്പിലേക്ക് ചെന്ന് കാറ്റ് പമ്പ് ചെയ്ത് വിളക്ക് തെളിച്ച് പിന്നിലേക്ക് ഇഴഞ്ഞ് പൂർവസ്ഥിതിയിൽ എത്തി ശവമായി. സദസ്സിൽ നിന്ന് ഉയർന്ന കൂക്കുവിളിയും മണ്ണ് വാരിയെറിയലും 1/2 മണിക്കൂറിലേറെ സമയം നീണ്ടു നിന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
അയ്യോ, എനിക്ക് വയ്യ. പെട്രോമാക്സ് തെളിയിക്കാനായിട്ട് ആകെ അറിയാവുന്നത് മോഹനകൃഷ്ണനാണ്. മോഹനകൃഷ്ണനാണെങ്കിൽ മരിച്ച് അവിടെ കിടക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ കഴിഞ്ഞ് വന്ന് പെട്രോമാക്സ് തെളിയിച്ചിട്ട് വേണ്ടിയിരുന്നു ബാക്കി നാടകം തുടരാനായിട്ട്. വെറുതെ അല്ലാല്ലേ കൂക്കുകളി മണ്ണ് വാരിയെറിയലൊക്കെ ഉണ്ടായത്. അയ്യോ, അങ്ങനെ ഒരു കഥ. അടുത്ത കഥ കോളേജിലെ ആദ്യ ദിനമാണ്. അതുകൂടി ഞാനങ്ങ് വായിച്ചേക്കാം അല്ലേ. അപ്പോ കഥയിലേക്ക് കേട്ടോ. സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം പ്രായോഗികമാക്കി ജെൻഡർ ഇക്വാലിറ്റി എന്ന ആഗോള സംഭവത്തിലേക്ക് കേരളം നടന്നെടുക്കുന്നതിനിടയിലാണ് പെൺപള്ളിക്കൂടങ്ങളിൽ ആൺകുട്ടികളെയും ആൺപള്ളിക്കൂടങ്ങളിൽ പെൺകുട്ടികളെയും പ്രവേശിപ്പിച്ച് സംഗതി ഉഷാറാക്കണമെന്ന് ചില വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ആവശ്യം ഉന്നയിച്ചത്. ഇനി ഒരു ഫ്ലാഷ് ബാക്ക്. തേവര സീക്രട്ട് ഹാർട്ട് കോളേജിലെ എൻ്റെ ആദ്യ ദിനം. നവാഗതരായ ഞങ്ങളെയെല്ലാം ഒരു വലിയ ഹാളിൽ നിറച്ചു. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായതിനാൽ പലർക്കും തമ്മിൽ പരിചയമില്ല. അതുകൊണ്ട് അധ്യാപകന്റെ വരവും പ്രതീക്ഷിച്ച് ഞങ്ങൾ നിശബ്ദരായി ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കയ്യിൽ ഒരു തടിയൻ പുസ്തകവുമായി ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഭയങ്കര തടിയും അതിനൊത്ത പൊക്കവുമുള്ള ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ധാരിയോട് എഴുന്നേറ്റ് നിന്ന് കാക്ക കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ ഞങ്ങൾ ഗുഡ് മോർണിംഗ് സർ എന്ന് തിരിച്ചു ചൊല്ലി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സുമുഖൻ ചെറുപ്പക്കാരൻ ഹാളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ തടിയൻ പുറത്തേക്ക് ഓടി. രണ്ടാമത് വന്ന ദേഹമായിരുന്നു ശരിയായ അധ്യാപകൻ. പുറത്തേക്ക് ഓടിയ കക്ഷി ഞങ്ങളെ പറ്റിക്കാൻ കയറി വന്ന സീനിയർ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു. അതവിടെ നിൽക്കട്ടെ, പറയാൻ വന്നത് മറ്റൊന്നായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ നിന്ന നവാഗത ഗുരുനാഥൻ എല്ലാ കുട്ടികളെയും പേരും അവർ പഠിച്ചിരുന്ന സ്കൂളിന്റെ പേരും പറയാൻ ആവശ്യപ്പെട്ടു. എന്റെ സമയം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, MR ഗോപിനാഥൻ, ഗേൾസ് ഹൈസ്കൂൾ, കുമ്പളം. ക്ലാസ്സിൽ പൊട്ടിച്ചിരി. അതിനിടയിൽ ഗുരുനാഥന്റെ ചോദ്യം, താൻ ബോയ് ആണോ ഗേളാണോ? പിന്നിൽ നിന്ന് ഏതോ ഒരു ദ്രോഹിയുടെ വാഗ്ദാനം, സർ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ MR ഗോപിനാഥനെ പുറത്തു കൊണ്ടുപോയി പരിശോധിച്ചിട്ട് വിവരം പറയാം. കൂട്ടച്ചിരി നിലച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞു. ഞങ്ങളുടെ പനങ്ങാട് മിഡിൽ സ്കൂൾ വരെയുള്ളൂ. അതിനാൽ അയൽഗ്രാമമായ കുമ്പളത്തെ ഗേൾസ് ഹൈസ്കൂളിൽ കുറച്ച് ആൺകുട്ടികളെ കൂടി പ്രവേശിപ്പിക്കാൻ സർക്കാർ അനുവാദം നൽകി. അങ്ങനെയാണ് എനിക്ക് അവിടെ പഠിക്കാൻ അവസരമുണ്ടായത്. പ്രസ്തുത സ്കൂളിന്റെ പേര് പിന്നീട് രാഘവ പണിക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് മാറ്റി. നന്നായി അല്ലേ അത്? എന്റെ നടപ്പിൽ ഒരു സ്ത്രൈണത ഉണ്ടായതിനാൽ അന്നനട എന്നൊരു ഇരട്ട പേരും കോളേജിൽ എനിക്ക് അക്കാലത്ത് കിട്ടി. NCCയിൽ ചേർന്ന് കാവാത്തും ഡ്രില്ലും ശീലമാക്കിയതോടെയാണ് ആ ദുർനടപ്പ് മാറി ഞാൻ ശരിക്കും പുരുഷു ആയത്. അത് അങ്ങനെയൊരു കാലം. കോളേജ് യൂണിയൻ ചെയർമാൻ, മാഗസീൻ എഡിറ്റർ, NCC സീനിയർ അണ്ടർ ഓഫീസർ, മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ അനേകം ആഴ്ചകൾ തുടർന്ന നോവൽ എഴുത്തുകാരൻ എന്നീ താരപദവികൾ വഹിച്ചതിനു ശേഷമാണ് വിനീതനായ ഈ പനങ്ങാട് ഗ്രാമവാസി തേവര സീക്രട്ട് ഹാർട്ട് കോളേജിന്റെ പടിയിറങ്ങിയത് എന്ന് പിൽക്കാല ചരിത്രം. അതിന്റെ അഹംഭാവമൊന്നും എനിക്കില്ല കേട്ടോ. അങ്ങനെ കോളേജിലെ ആദ്യ ദിനം എന്ന കഥയും ഇവിടെ സമാപിച്ചു. മറ്റു കഥകളുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. നന്ദി. താങ്ക് യു.